നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളിലും ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരാണ് ജോലിക്ക് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാഷ അറിയില്ലാത്തവരെ ജോലിക്ക് നിർത്തിയാൽ ഹോട്ടൽ ഉടമകൾ തന്നെ പണി വാങ്ങേണ്ടി വരും. കോട്ടയം ഏറ്റുമാനൂരിൽ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് നൽകിയില്ലെന്ന് പറഞ്ഞുള്ള തർക്കം വലിയ സംഘർഷത്തിൽ കലാശിച്ചു. എന്നാൽ ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ഏറ്റുമാനൂർ നഗരത്തിലെ ഹോട്ടലിലാണ് സംഭവം. ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തിരുവഞ്ചൂർ സ്വദേശിയായ നിതിനാണ് ഹോട്ടൽ തൊഴിലാളി മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നത്. പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമായിരുന്നു നിതിൻ ആവശ്യപ്പെട്ടത്. ചെസ്റ്റ് പീസ് തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ലെഗ് പീസാണ് ആദ്യം നൽകിയത്. ഇത് ചൂണ്ടിക്കാട്ടിയതോടെ ലെഗ് പീസ് മാറ്റി വിങ്സ് പീസാണ് നൽകിയത്. വീണ്ടും ഇത് ചോദിച്ചതോടെയാണ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് തൊഴിലാളി പറഞ്ഞതായി നിതിൻ പറയുന്നു. ഇവനോട് ഞാൻ ചോദിച്ചു, ഇതന്നെ ഞാൻ ചെസ്റ്റ് പീസ് പറഞ്ഞിട്ട് നീ എനിക്ക് ഈ ഇതാണല്ലോ കൈയാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, ചിറകാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, എന്നാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഇവൻ്റെ സ്പോട്ടിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്നെ വർത്താനം പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ കഴിക്കുന്നേ, ഞാൻ വെറുതെ അല്ല കഴിക്കുന്നേ എന്ന് ചോദിച്ചോളൂ. അന്നേരത്തേക്കും ഇവൻ കയറി ഒരു കാര്യം കാരണമൊന്നുമില്ല, വേറെ കാരണങ്ങളൊന്നുമില്ല, ഞാൻ ഇവനെ വേറെ അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ വിളിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യും, ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അന്നേരത്തേക്ക് ഇവൻ എന്നെ കയറി ഇടിക്കുമായിരുന്നു. ഇടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ പ്രിയത്തിൻ്റെ മേളിലായിട്ട് ഇവനെ ഇടിച്ച് എൻ്റെ നെറ്റിയൊക്കെ പൊട്ടിച്ച് ഞാനിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. അവിടെ പോയി മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. താൻ പണം നൽകിയിട്ടല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചതോടെ ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളി തന്നെ മർദ്ദിച്ചുവെന്നാണ് നിതിന്റെ പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അടിപിടിയുണ്ടായ ഉടൻ തന്നെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ഇരുപക്ഷവും പരാതിയില്ലെന്ന നിലപാടിൽ കേസ് ഒത്തുതീർപ്പായതായി ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു. News 18 കോട്ടയം.